ആ, നമസ്കാരം സർ. ഡോക്യുമെന്റ്സ്. പേര് സുമിത്ര സർ. കല്ലുട്ടാങ്കുഴി. ഇത് മോളുടെ അഡ്മിഷന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാ. സാലറി സർട്ടിഫിക്കറ്റ്. അതെ. മോളുടെ +1 അഡ്മിഷൻ. SLCക്ക് 92% മാർക്കുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സർട്ടിഫിക്കറ്റ് കൂടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വലുതായിട്ട് ഫീസ് ഒന്നും കൊടുക്കേണ്ടി വരത്തില്ല. ഉണ്ട്. എല്ലാ ഡോക്യുമെന്റ്സും ഉണ്ട്. സാറ് പറഞ്ഞ എല്ലാ ഡോക്യുമെന്റ്സും വെച്ചിട്ടുണ്ട്. ഞാൻ വീട്ടുവേലയ്ക്ക് നിൽക്കുന്ന ആ വീട്ടിലെ ആളുടെ സാക്ഷ്യപത്രമുണ്ട്, ആളുടെ ഫാമിലി ഫോട്ടോ, എൻ്റെ ഭർത്താവ് ജോലി ചെയ്യുന്ന സൈറ്റിലെ കോൺട്രാക്ടറുടെ സമ്മതപത്രം, ആളുടെ തിരിച്ചറിയൽ കാർഡ്, പിന്നെ ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാ ആൾക്കാരുടെയും ആധാർ കാർഡ്, പാൻ കാർഡ്, വോട്ടേഴ്സ് ID, പിന്നെ ഞങ്ങൾ രണ്ടുപേരും സ്വഭാവ സർട്ടിഫിക്കറ്റ്, പിന്നെ പെരടത്തിൻ്റെ കരമടച്ച രസീത്, വീടിൻ്റെ കരമടച്ച രസീത്, പിന്നെ ഞങ്ങളുടെ വീട്ടിലെ കഴിഞ്ഞ 3 മാസത്തെ പലവ്യഞ്ജനത്തിൻ്റെയും പച്ചക്കറിയുടെയും ലിസ്റ്റ് അതും ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെയാണ് ഞങ്ങളുടെ വീട്ടിലെ വരവ് ചെലവ് കണക്കെന്നും പിന്നെ വീട്ടിലെ ആൾക്കാരൊക്കെ ഇങ്ങനെയാണെന്നും ഇതെല്ലാം പറഞ്ഞിട്ട് അടുത്ത വീട്ടിലെ ചന്ദ്രികയുടെ ഡിക്ലറേഷൻ ലെറ്ററും ഉണ്ട് സർ. അവൾ അറിയാതെ ആ പരിസരത്ത് ഒരു കാര്യം നടക്കില്ല സർ. അതെ. ആ റേഷൻ കാർഡും ഉണ്ട് സർ. റേഷൻ കാർഡിന്റെ കോപ്പി വെച്ചിട്ടുണ്ട്. അതിലെല്ലാവരുടെ പേരും ആഡ് ചെയ്തിട്ടുണ്ട്. മരിച്ചുപോയ അമ്മുമ്മയുടെ പേര് സഹിതം ആഡ് ചെയ്തിട്ടുണ്ട്. അതെ അതെ, കഴിഞ്ഞ ആഴ്ച വന്നിട്ടുണ്ടായിരുന്നു. സാറ് പറഞ്ഞ പ്രകാരം കഴിഞ്ഞ ആഴ്ച വന്നിട്ടുണ്ടായിരുന്നു. സാറുണ്ടായിരുന്നില്ല. ഞാൻ ചോദിച്ചപ്പോ സാറിന്റെ വീട്ടിലെ പട്ടിക്ക് എന്തോ അസുഖമില്ലാതെ വന്നിരുന്നു. ഒരാഴ്ച ഉണ്ടായിരുന്നില്ല സാറ്. അതെ അതെ അതെ. ഇപ്പൊ എങ്ങനെയുണ്ട് സാർ പട്ടിക്ക്? ശരി. അയ്യോ. ഒന്നും ഇല്ല സാർ. ഒരാഴ്ച ഇനിയും വൈകിക്കഴിഞ്ഞാൽ ആ സീറ്റ് പോകും സാർ. ആ പ്രിൻസിപ്പാളിന്റെ കൈയും കാലം പിടിച്ച് എങ്ങനെയെങ്കിലും നിർത്തിയേക്കുക. എനിക്ക് ഇന്നത്തേക്ക് ഒന്ന് തരണേ സാർ. അത് സാറിന്റെ സൗകര്യപ്പെടുമ്പോൾ മതി. ഞാൻ വെയിറ്റ് ചെയ്തോളാം. ഉച്ചയ്ക്കോ വൈകുന്നേരമോ ഈ ഓഫീസ് അടയ്ക്കുന്നവരെ ഞാൻ നിന്നോളാം. അതിനപ്പുറം എപ്പോഴെങ്കിലും ഒന്ന് ശരിയാക്കി തന്നാൽ മതി. എന്ത് റൂൾസ് സാർ? കഴിഞ്ഞ 1.5 മാസമായി ഞാൻ ഓഫീസിൽ കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട്. ഇത് അധികം ബുദ്ധിമുട്ടില്ലാത്തൊരു കാര്യമല്ലേ? ഒന്ന് ചെയ്തു തന്നൂടെ സാറേ പ്ലീസ്. സാർ എന്ത് റൂൾസ് നോക്കുമെന്നാ പറയുന്നത്? ഈ 1.5 മാസമായിട്ട് സാറിന് റൂൾസ് നോക്കാൻ പറ്റില്ലേ? ഇതൊരു ന്യായമായ കാര്യമല്ലേ സാറേ? സാറിന് ചെയ്തു തന്നൂടെ? സാർ ഉദ്ദേശിക്കുന്ന പോലെ എനിക്കൊന്നും തരാനായിട്ടില്ല. അതുകൊണ്ട് ഇന്ന് എപ്പോഴാന്ന് വെച്ചാൽ സാറ് ചെയ്തു തന്നാൽ മതി. സാറേ, അന്യായമായി പല കാര്യങ്ങൾ ഈ നാട്ടിൽ നടക്കുന്നുണ്ട്. അതൊക്കെ ഞങ്ങൾക്ക് അറിയുകയും ചെയ്യാം. അതിനൊന്നും ഞങ്ങൾ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ ഇതുപോലുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തന്നൂടെ? ഒച്ച ഉയർത്തി പോകും സാർ. ഞങ്ങൾ സാധാരണക്കാരെ ഒച്ച ഉയർത്തി പോകും ഇതുപോലുള്ള അവസരങ്ങളിൽ. ഒരു അന്യായമായ കാര്യങ്ങളും ചെയ്യാറില്ല. നമ്മുടെ രാജ്യത്തിന്റെ പൗരന്മാർക്ക് കൊടുക്കുന്ന ഒരു ID കാർഡ് ആണല്ലോ ഈ ആധാർ കാർഡ്. അത് ഇന്ത്യൻ പൗരനല്ലാതെ മറ്റേതോ രാജ്യക്കാരൻ എങ്ങനെ കിട്ടി? വാർത്ത ഉണ്ടായിരുന്നല്ലോ.